അണ്ണന്മാരുടെ ചീത്ത കേൾപ്പിച്ചപ്പോ നിനക്ക് സമാധാനം ആയില്ലേ? നക്ഷത്രങ്ങളെ എണ്ണി എണ്ണി ഞാൻ വരികയായിരുന്നു. നീയല്ലേ ചോദിച്ചത് ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന്? നിന്റെ മണ്ടൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മാങ്ങ എറിഞ്ഞിട്ട കാര്യം നീ ആ ക്രോക്കി അങ്കിളിനോട് പറയുമെന്ന് പേടിപ്പിച്ചു. എടാ കള്ള കിറുമാണികളെ, എന്റെ 6 മാങ്ങയാ നഷ്ടമായത്. കള്ളനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ ക്രോക്കി അങ്കിൾ, ഓടിക്കോ 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 ഓടിക്കോ. നിന്നെ എന്റെ കയ്യിൽ കിട്ടുമടാ. എന്നോടാ ഇവന്മാരുടെ കളി. നിന്റെ ഒരു മണ്ടൻ ചോദ്യം. എടാ, ജീവികളായ കുറെയൊക്കെ ബുദ്ധി വേണം. നിനക്ക് വിവരവുമില്ല, തീരെ ബുദ്ധിയുമില്ല. ഒരു കാര്യം ചെയ്യും, നിനക്ക് വല്ല അറിവും വേണമെങ്കിൽ എന്നോട് ചോദിക്കടാ മണ്ട. നോക്ക്, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്നാ മണ്ടൻ ചോദ്യങ്ങളൊന്നും എന്നോട് വേണ്ട. ഭൂമിയിലെ വല്ല കാര്യവും ചോദിക്കടാ കഴുതേ. ഹോ, എന്നാൽ പറ ചേട്ടാ, ഭൂമിയിൽ എത്ര വീടുകളുണ്ട്? അയ്യോ എടാ തലതിരിഞ്ഞവനെ, നിനക്ക് എവിടുന്ന് കിട്ടുന്നടാ ഈ കിറുക്കൻ ചോദ്യം? കൺമുമ്പിലുള്ളത് വല്ലതും ചോദിക്കും. ശരി, എന്നാൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. കൺമുന്നിൽ എത്ര കൺപീലികളുണ്ട്? എന്തോന്ന് കൺപീലികളാണ്. എത്രയുണ്ടെന്ന് പറഞ്ഞാട്ടെ. ഇതെന്തോന്ന് ചോദ്യമാടാ കൊരങ്ങ? വേറെ വല്ല ചോദ്യവും ചോദിക്ക്. ശരി, എന്നാൽ ഞാൻ കാറ്റിനെ പറ്റി ചോദിക്കട്ടെ? ശരി, ചോദിക്ക്. കാറ്റിന്റെ ഗതി, ശീതക്കാറ്റ്, ഉഷ്ണക്കാറ്റ്, അങ്ങനെ അങ്ങനെ ചോദിക്ക്. ശരി, വേറൊരു ചോദ്യം ചോദിക്കാം. കാറ്റുണ്ടാകുന്നത് കൊണ്ടാണോ മരം അനങ്ങുന്നേ, അതോ മരം അനങ്ങുന്നത് കൊണ്ടാണോ കാറ്റുണ്ടാകുന്നേ? ഓ മണ്ണാങ്കട്ട, എന്തൊരു കുറുക്ക് ചോദ്യാടത്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വലിയ ബുദ്ധിമാനല്ല ചേട്ടൻ. ചേട്ടൻ പറ. ഓ മാപ്പ് ജഗദ്ഗുരുവേ. എടാ കുരുട്ട് ബുദ്ധി, പോടാ. അതെന്താടാ ആ പറക്കുന്നത്? പോലെ എന്തോ അത് പട്ടം തന്നെയാണ്. പട്ടം. പട്ടമോ? എത്ര നൂലുകൾ! ഓടിവാ, അത് നമുക്ക് വേണം. പട്ടം. ചേട്ടാ, എന്നെ കൂടി കൊണ്ടുപോ. അതെന്താണപ്പാ? വലിയ പട്ടമാണല്ലോ. ചേട്ടാ, എന്നിട്ടിട്ട് പോകല്ലേ. എന്നിട്ടിട്ട് പോയാലോ എന്നാൽ ഇന്നൊരു പുലിവാലായി. എടാ ടുട്ടു, ഓടിവാ. ചേട്ടാ ചാടിക്കോ ചേട്ടാ. ഭൂമി കറങ്ങണോ? അയ്യോ ചേട്ടാ, അപ്പാ രക്ഷിക്കപ്പാ, ചേട്ടനെ പട്ടം പിടിച്ചു. എന്തടാ പട്ടമോ? പാരച്ചൂട്ടാണല്ലോ. കിട്ടി. എടാ രണ്ടും താഴേക്ക് ചാടടാ. എടാ മണ്ട ചാടാൻ. അയ്യോ രക്ഷിക്കണേ, ഇപ്പോമേ രക്ഷിക്കണേ. അയ്യോ തലകറങ്ങുന്നേ, ഇപ്പോമേ രക്ഷിക്കണേ. അയ്യോ രക്ഷിക്കണേ. അയ്യോ ദാ ഡംഡമ്മിനെ പട്ടം പിടിച്ചേ. അത് പട്ടമല്ലടി ബുദ്ധിയില്ലാത്തവളെ, അതൊരു പാരച്ചൂട്ടാ. എടാ അത് നിയന്ത്രിക്കാൻ പഠിച്ചിട്ട് വേണ്ടേ അത് കേറാൻ? അയ്യോ, ഇതിന്റെ ബ്രേക്ക് എവിടെ? അയ്യടാ ഇതാണ് പാരച്ചൂട്ട്. ഞാൻ വിചാരിച്ചു ഈ ആകാശം പോലെ അയ്യോ രക്ഷിക്കണേ.
ഇപ്പൊ നീ രക്ഷിക്കണേ. അയ്യോ 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 മരത്തിൽ പിടിക്കേ. ഇതാര് ഡംഡമോ? എന്റെ മാങ്ങായും പറിച്ചോണ്ട് പോയിട്ട് ഇവൻ കുട വിരിച്ചു കളിക്കുന്നു. ഡായ്, ഇവിടെ വാടാ. എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഈ കൊട? ക്രോക്കിയങ്കളെ വേണ്ട, ഞാൻ തന്നെ ആകെ കുഴപ്പത്തില, എന്നെ പിടിക്കണ്ട. അല്ലേ, നീ ആരാടാ? നിന്നെ ഇന്ന് ഞാൻ ശരിപ്പെടുത്തും. എടാ ഡംഡം, പാരച്ചൂട്ടിന് കാറ്റ് പിടിച്ചാൽ അത് നിന്നെ കൊണ്ട് ഉയരും. വേഗം ചാടി രക്ഷപ്പെടടാ. ആ ക്രോക്കി മുതലയോട് ആ കയറിലൊന്ന് പിടിക്കാൻ പറ. എടാ ഡംഡം, നിനക്ക് ചെവിയും കേൾക്കത്തില്ലേ? അവനൊപ്പം തൂങ്ങാൻ പോവാണോ? രണ്ടുപേരെ കൊണ്ട് തോറ്റു. അപ്പാ, ക്രോക്കി അങ്കിൾ ഡംഡം ചേട്ടനെ തപ്പി നടക്കുകയായിരുന്നു. ക്രോക്കി അങ്കിളിന്റെ മാങ്ങ പറിച്ചത്രേ. നിനക്കൊക്കെ നാണമില്ലേടാ? അവന്റെ മാങ്ങയെ കണ്ടുള്ളോ പറിക്കാൻ? രണ്ടൂടെ സ്കൂളിൽ പോയാ പിന്നെ മരത്തെ കയറ്റവും മലക്കവും മറിച്ചിലുമാ പണി. ജോലി ഉണ്ടാക്കാനായിക്കൊണ്ട്. റോക്കിയങ്ങളെ കയറ് താഴേക്ക് വലിക്കേ, ഡംഡമിനെ രക്ഷിക്കൂ. നിന്നെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് നഷ്ടപരിഹാരം വേണം. നിന്റെ കൊടയുടെ കയർ എന്റെ കഴുത്തേൽ കെട്ടിയേക്കാം. ക്രോക്കിയങ്കിൾ, മണ്ടത്തരം കാണിക്കാതെ. ഇത് പാരച്ചൂട്ടാണ്, കാറ്റടിച്ചാൽ പൊങ്ങും. നീ പോടാ. നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഞാൻ പഴുക്കാനിട്ടിരുന്ന 6 മാങ്ങയാ നീ അടിച്ചു മാറ്റിയത്. നീയും നിന്റെ ഉണ്ടപ്പക്രു അനിയനും അന്ന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അയ്യോ, കാറ്റ് പിടിക്കുന്നേ ക്രോക്കിയങ്കിൾ, കയറുവിട് കയറുവിട്. നോക്കു ഹിപ്പോമേ, നിനക്കല്ലേ എന്നെ ഒരു വിലയില്ലാത്തത്? ഞാൻ പറഞ്ഞത് ആ ക്രോക്കി മുതല അനുസരിച്ചത് കണ്ടോ? കണ്ടോടി. നാം കൊട്ടാരത്തിൽ ഇത്ര വേഗത്തിൽ ഉലാത്തുന്നതിന്റെ രഹസ്യം തനിക്കറിയാമോ? ഇല്ല മഹാരാജൻ. എടോ, ഒരു മഹാരാജാവ്, പ്രജാക്ഷേമ തൽപരൻ. എപ്പോഴും തിരക്കായിരിക്കും. ഇരിക്കാൻ തീരെ നേരമില്ല. എവിടെ നേരം? അങ്ങിരിക്കേണ്ട, നടന്നുകൊണ്ട് കാര്യം പറയാം. അതാണതിന്റെ വഴി പറയണത്. നടക്കണോ ഇരിക്കണോ എന്നൊക്കെ നോം തീരുമാനിച്ചു. എന്താ തന്റെ പ്രശ്നം? പറ. എടോ, കാനന രാജാവിനെയാണോ ഇരിക്കാൻ പഠിപ്പിക്കുന്നത്? താൻ വന്ന കാര്യം പറ. കരടി പോലീസ് അന്വേഷിക്കുന്ന അട്ടിമറി കേസാണ് വിഷയം. ആ കടുവയും വെട്ടൻ പോത്തും അങ്ങേ വധിച്ച് രാജ്യം പിടിച്ചെടുക്കാനാ പുറപ്പെട്ടത്. നമ്മെ വധിക്കാൻ? അവനാ കേമൻ. എടാ, അവനെ തപ്പി നീയൊക്കെ ഈ ഖജനാവിലെ എത്ര പണം മുടിപ്പിച്ചു? ദരിദ്രവാസികൾ പുതിയ അടവും കൊണ്ടുവന്നിരിക്കുക. ഇനി എത്ര പണം മുടക്കണം അവരെ തപ്പി അകത്താക്കാൻ? എന്റെ മൂക്കിന് തിളക്കം കിട്ടുന്ന ഒരു ലേപനമുണ്ട്, ഉണ്ടാപ്പു തൈലം. അത് വാങ്ങിച്ചോണ്ട് വേണം താൻ ഇനി വരാൻ. യു അണ്ടർസ്റ്റാൻഡ്? എങ്ങനെയുണ്ട്? അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു സ്മാർട്ടായ രാജാവല്ലേ ഞാൻ? പ്രഭോ, അങ്ങ് സുന്ദരനാണ്. പക്ഷേ എന്റെ സ്വഭാവം അത്ര സുന്ദരമല്ല. എടാ ചെകുത്താനെ, ആ കടുവയും കാട്ടുപോത്തിനെയും പിന്നെ ആ തരികിട കരിമ്പുലിയെ ഇന്നിവിടെ കിട്ടിയിരിക്കണം. ഓർഡർ. ഇവിടെ വാടാ മണ്ടന്മാരെ. നോക്ക്, ആ കാട്ടിലെവിടെയോ അവരുണ്ട്. നോക്കടാ. ഇന്നലെ കൂടി അവരെന്നെ ചീത്ത വിളിച്ചു. അവിടുന്ന് ആ മരത്തിനിടയിൽ എവിടെയോ അവർ ഒളിച്ചിരിപ്പുണ്ട്. അതും ഞാൻ തന്നെ പറഞ്ഞു തരണോ ബുദ്ധൂസുകളെ? വരൻ,
ആ കാട് മുഴുവൻ അരിച്ചു പെറുക്കണം. സാർ, ആ കടുവ ഭയങ്കര അഭ്യാസിയാണ്. കാട്ടുപോത്ത് കരുത്തനാണ്. നമ്മൾ മുൻകരുതൽ വല്ലതും. എടോ, നമ്മൾ ട്രെയിനിങ് കിട്ടിയ കരടികളാണ്. ഇതാണ് മുൻകരുതൽ. വെരി ഗുഡ് പോലീസ് കരടികൾ, നിങ്ങൾ വലിയ സ്പോർട്സുകാരാണ്. എന്നെ ഒന്ന് അഭിനന്ദിക്കണം. ഈ കാട്ടിൽ ഈ മിസ്റ്റർ കൗകൗ ഒരു സ്പോർട്സ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. ശരി, തന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. വേഗം ഞങ്ങളോടൊപ്പം വരൂ. തുരപ്പൻ കടുവയെയും വെട്ടൻ പോത്തിനെയും തരികിട കരിമ്പുലിയെയും ഇന്ന് അറസ്റ്റ് ചെയ്യും. മിക്കവാറും ഒരു ഉഗ്രം ഫൈറ്റിംഗ് വേണ്ടിവരും. ബോക്സിംഗോ? ഓ മൈ ഗോഡ്, ഞാനിപ്പോഴാ ഓർത്തത്. ബോക്സിംഗിന് എനിക്ക് ഇന്നൊരു ക്ലാസ് ഉണ്ട്. ഓ, തടി തപ്പിയേക്കാം. ആ വെട്ടൻ പോത്തിന്റെ കുത്തും ചവിട്ടും കൊണ്ടാൽ തീർന്നു. ഓ, ഇതെനിക്ക് പണിയുണ്ടാക്കുന്ന ലക്ഷണമുണ്ട്. കൗകൗവിന്റെ സ്പോർട്സ് സ്കൂളിനെതിരെ കുട്ടികളെ സംഘടിപ്പിച്ചുള്ള വരവാണല്ലോ ഇത്. ഹിപ്പോ സ്കൂൾ തുടങ്ങിയത് അങ്ങാണ്. അതിനിപ്പോ എന്തുണ്ടായി റാബി? നീ അത് ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ടല്ലോ. പിന്നെന്താ? അതേ, ആ കൗകൗ എന്റെ ക്ലാസ് നശിച്ച ഗുസ്തിശാലയാക്കാൻ പോകുന്നു ഹിപ്പോപ്പാ. അയ്യോ, എന്റെ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ അവിടെ തലയും കുത്തി ചാടുകയാണ്. ദാ വരുന്നടാ, പിച്ചയ്ക്കടിച്ച പന്ത് പോലെ നിങ്ങളുടെ കൗകൗ PT മാൻ. ഇതൊരു ശബ്ദം. ആഫ്റ്റർനൂൺ PT മാഷേ, എനിക്ക് ഈ എക്സർസൈസ് മാത്രമേ ഉള്ളൂ. പപ്പാ, എനിക്കറിയാം. ഈ ടീച്ചർ റാബി തന്റെ കാലിൽ കെട്ടി വീഴുകയാണ്. തന്റെ മോൻ ഡംഡം എന്റെ സഹായത്തോടെ പാരച്യൂട്ടിൽ പറന്നില്ലേ? എന്ത്? തന്റെ സഹായത്താലോ? നുണ. അവന്റെ കാലിൽ അറിയാതെ പാരച്ചൂട്ടിന്റെ കയർ കുരുങ്ങിയതല്ലേ? നോൺസെൻസ്. എടോ, അംഗീകരിക്കണം. അവന്റെ കാലിൽ മാത്രം കുരുങ്ങിയതെങ്ങനെ? അവൻ എഴുന്നേറ്റ് ചാടി. കുട്ടികളാണെങ്കിൽ തല കുത്തി ചാടണം. മൈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, അണ്ടർസ്റ്റാൻഡ്? ഈ ടീച്ചർ റാബി ഒരു നാഷണൽ വേസ്റ്റ് ആണ്. വേസ്റ്റ്. അതായത് ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ. ഞാൻ അമേരിക്കയിലല്ല, ആപ്പിൾ പോൺ. ഞാൻ ഈ കാട്ടിൽ പെട്ടാലോ? വലിയ PT മാഷാണത്രേ. വിടുവായത്തരം പറഞ്ഞു നടത്തുകയല്ലാതെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പാ, അപ്പനോട് പാട്ടും പാടി നിന്നോ? ഡംഡമിനെ അവിടെ ക്രോക്കിയെങ്കിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ടീച്ചർ റാബി തീർന്നില്ല. നിന്റെ കുട്ടികളെ മുഴുവൻ ഈ മിസ്റ്റർ കൗകൗ ഗുസ്തി പഠിപ്പിക്കും. നിന്റെ ആ പൊണ്ണത്തടിയൻ പൊട്ടനാന തലയനില്ലേ, അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്.